ഹലോ എവ്രി വൺ. ഡിഫറൻഷ്യൽ ജോമെട്രി സെഷൻ 4 ഇൻ്റഗ്രൽ കർവ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Integral curve. A parameterized curve alpha from I to r raised to n plus 1 is said to be an integral curve of the vector field x bar on the open set U in r raised to n plus 1 if alpha of t belongs to U and alpha dot of t equal to x bar of alpha of t. അതായത് ഒരു പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ ഫ്രം ഐ ടു ആർ ഈസ് ടു എൻ പ്ലസ് വണ്ണിനെ ഒരു വെക്റ്റർ ഫീൽഡ്, ആ വെക്റ്റർ ഫീൽഡ് എവിടെ നിന്നാണ്? ഒരു ഓപ്പൺ സെറ്റ് യു ഇൻ ആർ ഈസ് ടു എൻ പ്ലസ് വൺ ആണ്. അതായത് വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സെറ്റ് യു ആണ്. അത് സബ്സെറ്റ് ഓഫ് ആർ ഈസ് ടു എൻ പ്ലസ് വൺ ആണ്. ആ വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ കർവ് ആണ് എന്ന് പറയണമെങ്കിൽ ഈ ആൽഫ, ഈ പാരാമെട്രൈസ്ഡ് കർവ് ആ വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ കർവ് ആണ് എന്ന് പറയണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെ എന്താണ്? ഈ ആൽഫ ഓഫ് ടി ബിലോങ്സ് ടു യു ആയിരിക്കണം ആൻഡ് ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം എന്ത്? ഈ പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ എന്താണ്? ഈ വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ കർവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദസ് ആൽഫ ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി വെക്റ്റർ, അതായത് ആൽഫ ഡോട്ട് ഓഫ് ടി അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ദ കർവ് കോയിൻസൈഡ്സ് വിത്ത് ദ വാല്യൂ ഓഫ് ദ വെക്റ്റർ ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തെ നോക്കാം. ലെറ്റ് എക്സ് ബാർ ബി ദ വെക്റ്റർ ഫീൽഡ് x bar of p equal to px of p, x of x1 x2 equal to minus x2 x1. Find an integral curve of x bar passing through 1 0. അതായത് ഒന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒരു വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? നമുക്കറിയാം വെക്റ്റർ ഫീൽഡിന്റെ ഫോം എങ്ങനെയാണ്. അപ്പോൾ എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു പി എക്സ് ഓഫ് പി ആയിരിക്കും. ഈ എക്സ് ഓഫ് പി ആണ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ. ആ അസോസിയേറ്റഡ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു മൈനസ് എക്സ് ടു എക്സ് വൺ. ഇതാണ് നമ്മുടെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ. ഫൈൻഡ് ആൻ ഇന്റഗ്രൽ കർവ് ഓഫ് എക്സ് ബാർ. നമുക്ക് ഈ എക്സ് ബാറിന്റെ ഇന്റഗ്രൽ കർവ് കണ്ടുപിടിക്കണം. പാസിംഗ് ത്രൂ 1 0. ഈ 1 0 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ബാറിന്റെ, അതായത് ആ വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ കർവ് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം. ആൽഫ ഓഫ് ടി ഈക്വൽ ടു എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി എന്നുള്ള ഫോമിലായിരിക്കും. ഇവിടെ ആർ ടുവിലാണ്. സോ ആൽഫ ഓഫ് ടി ഈ ഫോമിലായിരിക്കും. അപ്പൊ നമുക്ക് അറിയാം എന്ത്? ഇന്റഗ്രൽ കർവ് ആവണമെങ്കിൽ, അതായത് എക്സ് ബാറിന്റെ ആ വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ കർവ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആദ്യം ആൽഫ ഓഫ് ടി ബിലോങ്സ് ടു യു ആവണം. ഇവിടെ ആർ ടു ആണ് യു എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് എന്ത്? ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നോക്കുക, ആൽഫ ഡോട്ട് ഓഫ് ടി എന്താണ്? ആൽഫ ഓഫ് ടി ഡി എക്സ് വൺ ഓഫ് ടി ബൈ ഡി ടി ഡി എക്സ് ടു ഓഫ് ടി ബൈ ഡി ടി ആണ്. ഇനി ഈ എൽ എച്ച് എസ് ആർ എച്ച് എസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അതെന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി. എക്സ് ഓഫ് പി എന്താ നമുക്കറിയാം. എക്സ് ബാർ ഓഫ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു പി എക്സ് ഓഫ് പി ആണ്. അപ്പോൾ എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി എന്താണ്? ആൽഫ ഓഫ് ടി എക്സ് ഓഫ് ആൽഫ ഓഫ് ടി. അപ്പൊ ആൽഫ ഓഫ് ടി എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്താണ്? ഇവിടെ നോക്കുക, എക്സ് ഓഫ് എക്സ് വൺ എക്സ് ടു എന്താണ്? മൈനസ് എക്സ് ടു എക്സ് വൺ ആണ്. എക്സ് ഓഫ് ആൽഫ ഓഫ് ടി, അതായത് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി. അതായത് എക്സ് ഓഫ് എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് മൈനസ് എക്സ് ടു എക്സ് വൺ ആണ്. അപ്പോൾ എക്സ് ഓഫ് എക്സ് വൺ ഓഫ് ടി എക്സ് ടു ഓഫ് ടി എന്തായിരിക്കും? മൈനസ് എക്സ് ടു ഓഫ് ടി എക്സ് വൺ ഓഫ് ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൽഫ ഓഫ് ടി മൈനസ് എക്സ് ടു ഓഫ് ടി എക്സ് വൺ ഓഫ് ടി. ഓക്കെ, ഈ ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി ഇംപ്ലൈസ് ആണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി എൽ എച്ച് എസും ആർ എച്ച് എസും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ ഓഫ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ടു ഓഫ് ടി, ഇക്വേഷൻ നമ്പർ 1. ഇനി ഡി ബൈ ഡി ടി ഓഫ് എക്സ് ടു ഓഫ് ടി ഈക്വൽ ടു എക്സ് വൺ ഓഫ് ടി, സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടും.
Also, we have to find alpha such that alpha of t equal to 10 for some t. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ ഇന്റഗ്രൽ കർവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 10 പാസ് ചെയ്യുന്ന ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇന്റഗ്രൽ കർവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആൽഫ ഓഫ് ടി ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടണം ഫോർ സം ടി ബിലോങ്സ് ടു ഐ. Okay, let alpha of t equal to 10 when t equal to 0. അപ്പോൾ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക, അങ്ങനെ എടുക്കുകയാണ്. t 0 ആകുമ്പോൾ ആൽഫ ഓഫ് ടി ഈക്വൽ ടു 10 ആകുന്നുണ്ട്. ഓക്കെ, അതായത് t 0 ആകുമ്പോൾ പറയുമ്പോൾ ആൽഫ ഓഫ് 0 ഈക്വൽ ടു 10. ആൽഫ ഓഫ് ടി എന്താണ്? x1 ഓഫ് ടി x2 ഓഫ് ടി ആണ്. അപ്പോൾ ആൽഫ ഓഫ് 0 എന്താണ്? x1 ഓഫ് 0 x2 ഓഫ് 0 ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 ഓഫ് 0 ഈക്വൽ ടു 1 x2 ഓഫ് 0 ഈക്വൽ ടു 0. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഒന്നും കൂടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി ഈക്വൽ ടു, അതായത് ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ആണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. അതിനൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി ഈക്വൽ ടു x1 of t equal to minus d by dt of x2 of t. ഇവിടെ നോക്കുക, d by dt of x2 of t എന്താണ്? x1 of t ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മൈനസ് d by dt x2 of t ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് x1 of t. കാരണം ഈ d by dt x2 of t എന്താണ്? x1 of t ആണ്. ബൈ ഇക്വേഷൻ 2 പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നോക്കുക, ഈ x1 of t നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? അത് പ്ലസ് ആയിട്ട് മാറും. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി പ്ലസ് x1 ഓഫ് ടി ഈക്വൽ ടു 0 ആകും. ഇനി ഈ സൈഡിലോട്ട് ഒന്ന് നോക്കുക, അതായത് നോട്ട്, അതായത് എ വൈ ഡബിൾ ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് പ്ലസ് സി വൈ ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്താൽ അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? എ എം സ്ക്വയർ പ്ലസ് ബി. എ ഇ വെച്ചാൽ ഓക്സിലറി ഇക്വേഷൻ ഷോർട്ട് ഫോം ആയി എഴുതിയതാണ്. ഓക്കെ, ഈ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? എ എം സ്ക്വയർ പ്ലസ് ബി എം പ്ലസ് സി ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ ഈ m1 m2 ആ റൂട്ട്സ് ഓഫ് 2 ആണ് അസ്യൂം ചെയ്യുക. ഇനി 3 കേസ് ആയിട്ട് നമ്മൾ പറയുവാണ്. ഈ m1ഉം m2ഉം റിയൽ ആണ്, പക്ഷെ അത് രണ്ടും ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ y ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഓഫ് ടി ഈക്വൽ ടു c1 e റൈസ് ടു m1t പ്ലസ് c2 e റൈസ് ടു m2t is solution of 1. ഇനി സെക്കൻഡ് കേസ് നോക്കുക, m1ഉം m2ഉം ഈക്വൽ ആണ് ആൻഡ് അത് റിയലും ആണ്. അങ്ങനെയാണെങ്കിൽ y ഓഫ് ടി ഈക്വൽ ടു c1 e റൈസ് ടു m1t പ്ലസ് c2t e റൈസ് ടു m1t ആയിരിക്കും. ഈ സൊല്യൂഷൻ ഓഫ് 1. ഇനി തേർഡ് കേസ് നോക്കാം, m1 ഇമാജിനറി നമ്പേഴ്സ് ആണെങ്കിൽ m1 ഈക്വൽ ടു ആൽഫ പ്ലസ് ib, m2 ഈക്വൽ ടു ആൽഫ മൈനസ് ib. അങ്ങനെയാണെങ്കിൽ y ഓഫ് ടി, അതായത് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു c1 കോസ് ബീറ്റ ടി പ്ലസ് c2 സൈൻ ബീറ്റ ടി. ഓക്കെ, ഈ കാര്യം ഈ നോട്ട് ഒന്ന് മനസ്സിൽ വെക്കുക, ഇനിയുള്ള പ്രോബ്ലംസിൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ ഇക്വേഷൻ നോക്കുക, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി പ്ലസ് x1 ഓഫ് ടി ഈക്വൽ ടു 0. അതായത് x1 ഡബിൾ ഡാഷ് ഓഫ് ടി പ്ലസ് x1 ഓഫ് ടി ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. സോ എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1, എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. therefore ഇവിടെ എം എന്താണ്? ഇമാജിനറി നമ്പേഴ്സ് ആണ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. സോ ഇവിടെ നോക്കുക, ആൽഫ പ്ലസ് ഐ ബി, ഇവിടെ ആൽഫ 0 ആണ്, പ്ലസ് ഓർ മൈനസ് ഐ ആണ് കിടക്കുന്നത്. സോ അതായത് m1ഉം m2ഉം, അതായത് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. സോ ആൽഫ 0 ആണ്, കാരണം നമുക്ക് ഐ അല്ലേ ഉള്ളൂ. റിയൽ പാർട്ട് 0 ആണ് ആ കോംപ്ലക്സ് നമ്പറിന്റെ. സോ ആൽഫ 0 ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ x1 ഓഫ് ടി എന്താണ്? നമ്മൾ ഈ തേർഡ് ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ആൽഫ 0 ആണ്, ബീറ്റ 1 ആണ്. അപ്പോൾ x1 ഓഫ് ടി ഈക്വൽ ടു c1 കോസ് ടി പ്ലസ് c2 സൈൻ ടി ആയിരിക്കും. ടേക്ക് ഡെറിവേറ്റീവ് നമുക്കറിയാം, എന്ത്? ഡി ബൈ ഡി ടി x1 ഓഫ് ടി ഈക്വൽ ടു മൈനസ് x2 ഓഫ് ടി ആ എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കിട്ടിയ x1 ഓഫ് ടീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് x2 ഓഫ് ടി കിട്ടും.
അപ്പോൾ എക്സ് ടു ഓഫ് ടി കിട്ടാൻ പിന്നെന്താണ് ആ കിട്ടിയ മൈനസ് എക്സ് ടു ഓഫ് ടി, അതെ ആ കിട്ടിയ ഡി ബൈ ഡി ടി എക്സ് വൺ ഓഫ് ടീനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എക്സ് ടു ഓഫ് ടി കിട്ടും. സോ നോക്കുക, ഡി ബൈ ഡി ടി എക്സ് വൺ ഓഫ് ടി എന്താണ്, ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -c1 sin t പ്ലസ് c2 cos t. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡി ബൈ ഡി ടി എക്സ് വൺ ഓഫ് ടി എന്താണ്, മൈനസ് എക്സ് ടു ഓഫ് ടി ആണ്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, എക്സ് ടു ഓഫ് ടി ആണ്. സോ ഈ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ടു ഓഫ് ടി ഈക്വൽ ടു c1 sin t മൈനസ് c2 cos t എന്ന് കിട്ടും. That is x1 of t equal to c1 cos t plus c2 sin t. x2 of t equal to c1 sin t minus c2 cos t. ഇനി നമുക്ക് c1 c2 കണ്ടുപിടിക്കണം. സോ നമുക്ക് അറിയാം x1 of 0 equal to 1 ആണെന്നും x2 of 0 equal to 0 ആണെന്നും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും c1 equal to 1 എന്നും c2 equal to 0 എന്നും. അതെങ്ങനെയാ വെച്ചാൽ x1 of 0 ഇക്വേഷനിൽ ടിക്ക് 0 കൊടുക്കുക. അപ്പോൾ x1 of 0 ഇവിടെ 1 ആകും. പിന്നെ ഈക്വൽ ടു c1 cos 0, cos 0 എന്താണ് 1 ആണ്. അപ്പോൾ c1 sin 0 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും c1 1. അതേപോലെ തന്നെ c2 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ c1 ഈക്വൽ ടു 1 എന്നും c2 0 എന്നും കിട്ടും. സോ x1 of t എന്താണ്, cos tയും ഇതിൽ കൊടുക്കുക. x2 of t equal to sin t. c1 ഉം c2ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x1 of t equal to cos t എന്നും x2 of t equal to sin t എന്നും കിട്ടും. സോ ആൽഫ ഓഫ് ടി എന്താണ്, x1 of t x2 of t ആണ്, അതായത് cos t sin t ആണ്. അപ്പോൾ നമുക്ക് കിട്ടി എന്ത്, പാരാമെട്രൈസ്ഡ് കർവ് അല്ല, ഇന്റഗ്രൽ കർവ് കിട്ടി. ആ തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡിന്റെ പാസിംഗ് ത്രൂ ദ പോയിന്റ് 10. ഇനി 2 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ ഞാൻ ഒന്ന് പറയാം, രണ്ടാമത്തെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക അതിന്റെ ആൻസർ. ഓക്കെ, ഫൈൻഡ് ദ ഇന്റഗ്രൽ കർവ് ഓഫ് x ബാർ ഓഫ് x1 x2 x1 x2 x2 x1 ഓക്കെ പാസിംഗ് ത്രൂ 1 1. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് എന്താണ്, എക്സ് ബാർ ഓഫ് x1 x2 ഈക്വൽ ടു x1 x2 x2 x1. അതായത് ഇവിടുത്തെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എന്താണ്, എക്സ് ഓഫ് x1 x2 ഈക്വൽ ടു x2 x1 ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ കർവ് ആണ്, പാസിംഗ് ത്രൂ 1 1. ഓക്കെ, ആരുടെ ഇന്റഗ്രൽ കർവ് ആണ്, ഈ വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ കർവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ മുൻപ് ചെയ്ത ക്വസ്റ്റ്യന്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. സോ വേഗം പറഞ്ഞു പോവാം. ആൽഫ ഓഫ് ടി ഈക്വൽ ടു x1 ഓഫ് ടി x2 ഓഫ് ടി, നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ എക്സ് ബാർ ഓഫ് x1 x2 എന്താണ്, x1 x2 x2 x1 ആണ്. ആൽഫ നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഇന്റഗ്രൽ കർവിന്റെ ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി. ഇനി എന്താ ആൽഫ ഡോട്ട് ഓഫ് ടി എന്താണ്, ആ ഇക്വേഷൻ ചെയ്ത എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി എന്താണെന്ന് എഴുതുക. ഓക്കെ, ആൻഡ് ഇത് ഇംപ്ലൈ ചെയ്യുന്നത് നോക്കുക, ഡി ബൈ ഡി ടി എക്സ് വൺ ഓഫ് ടി ഈക്വൽ ടു എക്സ് ടു ഓഫ് ടി ആണ്. ഇക്വേറ്റ് ചെയ്യുക, ഡി ബൈ ഡി ടി എക്സ് ടു ഓഫ് ടി എന്താണ്, എക്സ് വൺ ഓഫ് ടി ആണ്. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഏത് പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഇന്റഗ്രൽ കർവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 1 1 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഇന്റഗ്രൽ കർവ് ആണ്. സോ നമ്മൾ അറ്റ് ടി 0 ആകുമ്പോൾ എന്താണ് 1 1 കിട്ടുമെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ ആൽഫ ഓഫ് 0 ഈക്വൽ ടു 1 1. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, x1 ഓഫ് 0 ഈക്വൽ ടു 1 x2 ഓഫ് 0 ഈക്വൽ ടു 1. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഫസ്റ്റത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി x2 ഓഫ് ടി. നമുക്കറിയാം ഡി ബൈ ഡി ടു x2 ഓഫ് ടി x1 ഓഫ് ടി ആണെന്ന്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി ഈക്വൽ ടു x1 ഓഫ് ടി എന്ന് കിട്ടും. ഇവിടെ x1 ഓഫ് ടി ആണ് കേട്ടോ, x1 ഓഫ് ടി എന്ന് കിട്ടും. ഇനി ഈ x1 ഓഫ് ടീനെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇക്വേഷൻ ഇംപ്ലൈ ചെയ്യും, ഡി സ്ക്വയർ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി മൈനസ് x1 ഓഫ് ടി ഈക്വൽ ടു 0. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് x2 ഓഫ് ടി അല്ല x1 ഓഫ് ടി ആണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ x1 ഓഫ് ടി മൈനസ് x1 ഓഫ് ടി ഈക്വൽ ടു 0. ഇനി അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്, എം സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 റിയൽ നമ്പർ ആണ്. m1 ഉം m2 എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ രണ്ടാമത്തെ അല്ല, നോട്ട് നമ്മൾ നേരത്തെ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഫസ്റ്റത്തെ കേസ്. ഓക്കെ, അപ്പോൾ x1 ഓഫ് ടി ഈക്വൽ ടു c1 ഇ റേസ് ടു ടി പ്ലസ് c2 ഇ റേസ് ടു മൈനസ് ടി. അവിടെ m1 ടി
m2 t ആണ്. ഇവിടെ m1 1ഉം m2 -1ഉം ആണ്. അതുകൊണ്ടാണ് c1 e raised to t plus c2 e raised to minus t വന്നത്. സോ d by dt x1 of t കാണാം. അതെന്ന് പറയുന്നത് x2 of t ആണ്. സോ നമുക്ക് x2 of t എന്ത് കിട്ടും? c1 e raised to t minus c2 e raised to minus t. ഇനി അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. x1 of t എന്താണെന്ന് കിട്ടി, x2 of t ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അവിടെ നിന്ന് നമുക്ക് c1ഉം c2ഉം കണ്ടുപിടിക്കണം. ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുക്കുക. അതായത് x1 of 0 1 ആണ്, x2 of 0 1 ആണ്. സോ അത് കൊടുക്കുമ്പോൾ നമുക്ക് c1 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. c1 plus c2 equal to 1. ഇനി x2 of 0 equal to 1 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. c1 minus c2 equal to 1. ഇനി ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് c1ന്റെയും c2ന്റെയും വാല്യൂ കിട്ടും. c2 0 എന്നും കിട്ടും, c1 1 എന്നും കിട്ടും. ഇനി x1 of t x2 of t നമ്മുടെ ഈ ഇക്വേഷനിൽ c1ന്റെയും c2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x1 of t e raised to t എന്നും x2 of t e raised to t എന്നും കിട്ടും. അപ്പോൾ ആൽഫ ഓഫ് t എന്തായി? e raised to t e raised to t. ഇതാണ് നമ്മുടെ ഇന്റഗ്രൽ കർവ്. തന്നിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരമുള്ള ഇന്റഗ്രൽ കർവ് പാസിംഗ് ത്രൂ 1 1 ആ തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡിന്റെ ഇന്റഗ്രൽ കർവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് വെക്റ്റർ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. x ബാർ ഓഫ് p ഈക്വൽ ടു p മൈനസ് p. പാസിംഗ് ദ ഇന്റഗ്രൽ കർവ് നമുക്ക് കണ്ടുപിടിക്കണം. പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 1. അത് നിങ്ങൾ സ്വയം ചെയ്യുക. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് ലാസ്റ്റ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ഇ റേസ് ടു മൈനസ് ടി എന്ന് കിട്ടും. സോ ബാക്കി ഇനിയൊരു തിയറം നമുക്ക് എടുക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.